വെൽക്കം ഫ്രണ്ട്സ്, ഞാൻ സൗബി. ട്രേഡിംഗ് സീക്രട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഡീകോഡിംഗ് മാർക്കറ്റ് പാർട്ട് 10 വരെ ഓൾറെഡി എത്തി. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന വീഡിയോ ടാർഗറ്റ് എങ്ങനെ നമ്മൾ ഫൈൻഡ് ചെയ്യാൻ ചാർട്ടിൽ. നമുക്ക് ക്ഷമയോടുകൂടി മാർക്കറ്റിൽ വെയിറ്റ് ചെയ്യണമല്ലോ. എങ്കിൽ മാത്രമല്ലേ ടാർഗറ്റ് ഒരു ആക്ച്വൽ സെനറിയോ ടാർഗറ്റ് എവിടെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്, എവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് എന്നുള്ള ലൈവ് ചാർട്ടിൽ നമുക്ക് കണ്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പം അതിൻ്റെ കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വേണ്ടിയിട്ട് ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് ഇൻ ഡീറ്റെയിൽ. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഫൈൻഡിങ് ടാർഗറ്റ് LTT ട്രേഡ് സെറ്റപ്പ് ഒരു വീഡിയോ ഓൾറെഡി നമ്മളിവിടെ ചാനലിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. LTT എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇവിടെ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഓക്കെ, അത് നിങ്ങൾ കണ്ടുപിടിച്ചു. ഇതിനകത്തുണ്ട് ദ ആർട്ട് ഓഫ് ട്രേഡ് LTT എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി ഉണ്ട്. ലിക്വിഡിറ്റി ട്രേഡ് സെറ്റപ്പ്, ഇത് ഒരു ട്രേഡ് സെറ്റപ്പ്, ലിക്വിഡിറ്റി ടു ടേക്ക് ആൻഡ് ലിക്വിഡിറ്റി ടു ടാർഗറ്റ്. ഈ ഒരു വീഡിയോ ഇത് 3 മാസം മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം നമ്മളുടെ ഇതിലേക്ക് വരണം. എങ്കിലും ഇത് മനസ്സിലാവുള്ളൂ എന്താണ് നമ്മൾ ഇതിനകത്തുനിന്ന് എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ബാക്ക് ടു ഫൈൻഡിങ് ടാർഗറ്റ് ലിക്വിഡിറ്റി ട്രേഡ് സെറ്റപ്പ് വീഡിയോ കാണുക. ലിക്വിഡിറ്റി LTT എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി ടു ടേക്ക് ആൻഡ് ലിക്വിഡിറ്റി ടു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി. പിന്നെ നമുക്ക് രണ്ടാമത്തെ സെനറിയോ പുൾ ബാക്ക് ക്യാൻഡിൽ വിത്ത് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഓർ സംതിങ് എൽസ്, അവിടെ എന്തെങ്കിലും അതുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ലിക്വിഡിറ്റി ടു ടേക്ക് ആൻഡ് ലിക്വിഡിറ്റി ടു ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ചാർട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ മാർക്കറ്റ് ഇങ്ങനെ കൺസിസ്റ്റന്റ് ഡൗൺ ട്രെൻഡിലേക്ക് വരുമ്പോൾ ദിസ് ഈസ് എ ലിക്വിഡിറ്റി ഏരിയ. ഇങ്ങനെ ഇതാണ് നമ്മൾ പറയുന്നത്. എവിടെയെല്ലാം ഹൈസ് ആൻഡ് ലോസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഓർ ഈക്വൽ ഹൈസ് ആൻഡ് ലോസ്, ഇങ്ങനെ മാർക്കറ്റ് ഇങ്ങനെ വരുമ്പോഴത്തേനും ഒരു പ്രാവശ്യം ഇവിടെ മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ ഒരു പ്രാവശ്യം പിന്നെ ഇവിടെ വന്ന് കയറി വന്നു. അപ്പോൾ ഇവിടെ ഒരു ഈക്വൽ ഹൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ പോർഷനുകളിലെല്ലാം പിന്നെ ഇവിടെ കയറി വരുന്നു. അപ്പോൾ ഇങ്ങനത്തെ സ്വിംഗ് സ്ട്രക്ചറാണല്ലോ ഫോം ചെയ്യുന്നത്. ആ ഒരു പോയിന്റുകളിലെല്ലാം ലിക്വിഡിറ്റി പോയിന്റ്സ് ഓർ ലിക്വിഡിറ്റി പോക്കറ്റ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം അത് ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അപ്പം നമ്മൾ നോക്കേണ്ടത് കൺസിസ്റ്റന്റ് ഡൗൺ ട്രെൻഡ് ഓർ കൺസിസ്റ്റന്റ് അപ്പ് ട്രെൻഡ് എവിടെയെല്ലാമാണ് ലിക്വിഡിറ്റി പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഏരിയയിൽ മാർക്കറ്റ് തിരിച്ച് ആ ഏരിയയിലേക്ക് കയറി വന്ന് അവിടെ ടാപ്പ് ചെയ്യാനുള്ള 100% പ്രോബബിലിറ്റി ഉണ്ട്. അപ്പം ഈ 100% പ്രോബബിലിറ്റിക്കകത്ത് നമ്മൾ നോക്കേണ്ടത് സ്ട്രക്ചറൽ അലൈൻമെൻറ്റ് പ്രകാരം നമ്മളെപ്പോഴും പറയുന്നത് എന്താണ്, പ്രീവിയസ് ഏരിയയുടെ 50% മാർക്കറ്റ് തിരിച്ചു വരുമെന്നാണ് പറയുന്നത് അല്ലേ. ഈ പ്രീവിയസ് ഏരിയയുടെ 50% മാർക്കറ്റ് ഓൺ എ കൺസിസ്റ്റന്റ് അപ്പ് ട്രെൻഡ് ആൻഡ് ഇറ്റ് വിൽ കം ബാക്ക് ആൻഡ് മിറ്റിഗേറ്റ് ആൻഡ് ഗോ, ഇങ്ങനെയല്ലേ പറയുന്നത്. അതുപോലെ തന്നെ തിരിച്ച് മാർക്കറ്റ് ഇറങ്ങി വരുമ്പോഴും ഇതേപോലെ തന്നെ ഉള്ള സിനാരിയോ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ഈ ലിക്വിഡിറ്റി ടു ടേക്ക് ഓർ ലിക്വിഡിറ്റി ടു ടാർഗറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പ്രകാരം എത്ര പ്രാവശ്യം ഇവിടെ ഹൈസ് ആൻഡ് ലോസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഹൈസ് ആൻഡ് ലോസ് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെയെല്ലാം ലിക്വിഡിറ്റി പോയിന്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പം സബ്സീക്വൻറ്റ് മൂവ്മെൻറ്റിൽ ആ ഒരു ലിക്വിഡിറ്റി പോയിന്റ്സ് എല്ലാം മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ആ ഒരു ഏരിയയാണ് ടാർഗറ്റ് ഫൈൻഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ സ്റ്റിൽ എനിക്ക് ഇപ്പോഴും അറിയാം നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് എന്താണ് പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല. സോ ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദ ലൈവ് ചാർട്ട്. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കുന്നത്, നമ്മളിപ്പോൾ ഇവിടെ ഒരു ഏരിയ ഇന്നലെ നമ്മുടെ ഡീകോഡിംഗ് സെറ്റപ്പിനകത്ത് ഡീകോഡിംഗ് 10 സീരീസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മളിവിടെ ഒരു എൻട്രി പ്ലാൻ ചെയ്തു. സോ നമ്മളുടെ എൻട്രി എവിടെയായിരുന്നു? ഇവിടെയായിരുന്നു. ദിസ് വാസ് അവർ എൻട്രി പോയിന്റ് അല്ലേ. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇവിടെയായിരുന്നു. ഓർ ഓൺ എ മൈനർ ടൈം ഫ്രെയിം വി വിൽ ട്രൈ ടു പ്ലേ വിത്ത് ദ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡീസൻറ്റ് ഏരിയയിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നു. കിട്ടുവാണെങ്കിൽ കിട്ടിയില്ലെങ്കിൽ കോസ്റ്റ് അങ്ങനെയുള്ള ഏരിയയിൽ. സോ ഈ മിറ്റിഗേഷണൽ ഏരിയയിലായിരുന്നല്ലോ നമ്മളുടെ എൻട്രി. സോ എൻട്രി റിഫൈൻമെൻറ്റ് ഓഫ് ഇയർ എൻട്രി ഇവിടെ നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് വേർ വിൽ യു കീപ്പ് യുവർ ഫസ്റ്റ് ടാർഗറ്റ്, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ചാർട്ടിൽ. സോ ഇവിടെ ഫസ്റ്റ് ചാർട്ടിൽ നോക്കുമ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് എന്താണ്, കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് പ്രകാരം വേർ ഈസ് യുവർ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഓർ പ്രൈസ് ഓഫ് ഇൻട്രസ്റ്റ്, നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ഏരിയ എവിടെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓർ നമ്മളുടെ ഏരിയ എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ഏരിയ ഓർ മാർക്കറ്റ് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. സോ മാർക്കറ്റ് ഓൺ എ കൺസിസ്റ്റന്റ് ഡൗൺ ട്രെൻഡ് ഇറ്റ് വാസ് ക്രിയേറ്റിംഗ് എന്താണ്, ഇവിടെ ഒരു ലിക്വിഡിറ്റി പോയിന്റ് ക്രിയേറ്റഡ്, ഇവിടെ ഒരു ലിക്വിഡിറ്റി പോയിന്റ് ക്രിയേറ്റഡ്, ഇവിടെ ഒരു ലിക്വിഡിറ്റി പോയിന്റ് ക്രിയേറ്റഡ്, എഗെയിൻ ദിസ് ട്രെൻഡ് ഇവിടെ ഒരെണ്ണം ക്രിയേറ്റഡ്, ഇവിടെ ഒരെണ്ണം ക്രിയേറ്റഡ്. സോ ഈ മോസ്റ്റ് ഓഫ് ദ ലിക്വിഡിറ്റി പോയിന്റ്സ് എന്ന് പറയുന്നത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എവിടെയെല്ലാമാണ് ലിക്വിഡിറ്റി പോയിന്റ്സ് എന്നുള്ളത്. സോ ഇതെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ കൺസിസ്റ്റൻ്റ്ലി 3 ലിക്വിഡിറ്റി പോയിന്റ്സ് ഓൺ എ ഹയർ ടൈം ഫ്രെയിമിൽ വരുന്നുണ്ട്. ഓൺ എ സ്മോളർ ടൈം ഫ്രെയിമിൽ വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടം വരെ വരാനുള്ള ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ മെഷർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഏകദേശം പോയിന്റ്സ് എത്രയാണെന്നുള്ളത് നമുക്ക് ഇവിടെ കിട്ടുമല്ലോ. സോ ഇവിടെ ഒരു സ്കെയിലുണ്ട്. ആ സ്കെയിൽ വെച്ചിട്ട് യു ക്യാൻ മെഷർ ദ ലെങ്ത്. ഇവിടെ നിന്ന് ഇവിടം വരെ എത്ര പോയിന്റാണ്? 70 പോയിന്റ് അല്ലെങ്കിൽ 81 പോയിന്റ്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. അപ്പം ഈ ഹയർ ദ നമ്പർ ഓഫ് ലിക്വിഡിറ്റി പോയിന്റ്സ് ഹയർ ദ ചാൻസ് ദാറ്റ് മാർക്കറ്റ് വിൽ റിട്രേസ് ആൻഡ് കം ബാക്ക് ടു ദാറ്റ് ഏരിയ. പിടികിട്ടിയോ?
അതായത് എത്രമാത്രം ലിക്വിഡിറ്റി പോയിന്റ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് വെച്ചിട്ടുണ്ടോ ആ ഏരിയയിലേക്ക് മാർക്കറ്റ് തിരിച്ചു വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നാണ് നോക്കുന്നത്. സോ നമ്മൾ ഒരിക്കലും ഫെയർ വാല്യൂ ഗ്യാപ്പോ അല്ലെങ്കിൽ അത് മാത്രമായിട്ട് നമ്മളുടെ ടാർഗറ്റിനെ നമ്മൾ സെറ്റ് ചെയ്യാൻ പാടില്ല. സോ ഹയർ ദ നമ്പർ ഓഫ് ലിക്വിഡിറ്റി ക്രിയേഷൻ പോയിന്റ്സ്, അതായത് ഈ സ്വിംഗ് ഹൈസിന് ഓർ സ്വിംഗ് ലോസിനാണ് നമ്മൾ പറയുന്നത് ലിക്വിഡിറ്റി പോയിന്റ്സ് എന്ന് പറയുന്നത്. സോ അവിടെ വന്ന് നോക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ സ്ട്രക്ചർ പ്രകാരം 1 2 3 അല്ലേ, ഇവിടെ 1 2 3 4 5 6. സോ ദിസ് ഏരിയ ഈസ് ഓഫ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയ നമ്മളെ സംബന്ധിച്ച്. അപ്പം സബ്സീക്വൻറ്റ് മൂവ്മെൻറ്റിൽ വരുമ്പോൾ നമ്മൾ അതാണ് ആദ്യം നോക്കുന്നത്. ദിസ് ഏരിയ, അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു ദിസ് ഏരിയ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മൾ നോക്കുന്നത് ഈ കൺസിസ്റ്റൻറ്റ് ഫോളിൽ എവിടെയെല്ലാമാണ് പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സോ പുൾ ബാക്ക് ഈസ് ഓഫ് ഓൾസോ at most important area for us. Okay, so consistent downtrend, there is no pullback. This is a pullback. ആണല്ലോ, സംശയമുണ്ടോ? ഇല്ലല്ലോ. Because it's an equal high or a minor high വന്നിട്ടതിന് ശേഷം ഹൈ കട്ട് ചെയ്തതിന് ശേഷം പ്രൈസ് നേരെ താഴേക്ക് പോകുന്നു. സോ ഇഫ് യു ഹാവ് ഡൗട്ട് വാട്ട് യു ഹാവ് ടു ഡു, ഗോ ടു ദ ചാർട്ട് ഓഫ് നാസ്ഡാക്ക്. ഇവിടുത്തെ നാസ്ഡാക്കിൻ്റെ 100 ഇൻഡെക്സിനകത്ത് ഇന്നത്തെ ഡേറ്റ് എത്രയാണ്? 12 ജനുവരി 2024. ഐ എം ഷോയിങ് യു ദ കറക്റ്റ് ഡയറക്ഷൻ ഓൺ ദ ലൈവ് ചാർട്ട് ഓഫ് നാസ്ഡാക്ക് അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചു തരുന്നത് നാസ്ഡാക്കിലെ ലൈവ് ചാർട്ടിൽ ഈ റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആക്ടിവിറ്റിയാണ് കാണിച്ചിരുന്നത്. വേറാസ് ദ അതർ പീപ്പിൾ വാട്ട് ദേ വിൽ ഷോ യു പ്രീവിയസ്ലി എവിടെയെങ്കിലും പോയി നടന്നിരിക്കുന്ന ഒരു സംഭവം എടുത്ത് വെച്ച് കണ്ടിന്യൂസ് അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കും. സോ നമ്മളുടെ ട്രേഡിംഗ് സീക്രട്സിനെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വിൽ ഗോ ഫോർവേഡ് വിത്ത് ദ ചാർട്ട്. മാർക്കറ്റ് എന്തെല്ലാമാണ് മുന്നോട്ട് കാണിച്ചുകൊണ്ട് വരുന്നത് അവിടെ എല്ലാം പോയി നമ്മൾ സെനാരിയോ ക്രിയേറ്റ് ചെയ്തിട്ട് ഐ വിൽ എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ. ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രേഡിംഗ് സീക്രട്സ് ആൻഡ് അതർ പീപ്പിൾ. സോ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് വേണം. എന്നാൽ നമുക്ക് കാണേണ്ടത് മുന്നോട്ടുള്ള ചാർട്ടിൽ എന്താണ് വേണ്ടതെന്നാണ്. സോ ദിസ് വിൽ ബി എക്സ്പ്ലെയിൻഡ് ഓൺലി ഇൻ ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എവിടെയാണ് നമ്മൾ? വി ആർ ഇൻ ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ, മലയാളം ചാനൽ. ഓക്കെ, അപ്പം നമ്മളിവിടെ നോക്കുന്നത് എന്താണ്? ഇവിടെ നമ്മളൊരു ഏരിയ കണ്ടുപിടിച്ചല്ലോ. ഈ കണ്ടുപിടിച്ചാക്കുന്ന ഏരിയയിൽ ദിസ് വാസ് എ പുൾ ബാക്ക് ക്യാൻഡിൽ. പുൾ ബാക്ക് അവിടെ കിടക്കട്ടെ. അപ്പോൾ അതിനുശേഷം താഴേക്ക് പ്രൈസ് വരുന്നു. സോ ഇതിനുശേഷം ദിസ് ഈസ് ഓൾസോ എ പുൾ ബാക്ക് അല്ലേ. ഇവിടെ ഒരു ഹൈ ലോ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ഒരു കാര്യം. സോ വിച്ച് വിൽ ബി ടേക്കൺ ഔട്ട് സൂൺ. ഈവൻ താഴേക്ക് പോകുന്ന മാർക്കറ്റ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ടേക്കൺ ഔട്ട്. ഇത് ടേക്കൺ ഔട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് യു ക്യാൻ എക്സ്പെക്ട് ദാറ്റ് പ്രൈസ് ഈസ് ഗോയിങ് ഹെഡിങ് അപ്പ് ഡൗൺ സൈഡ് എഗെയിൻ. അപ്പം മൈന്യൂട്ട് ഡീറ്റെയിൽസ് നമ്മളിങ്ങനെ നോക്കി അവിടെ ശേഷം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ പ്രൈസ് ആക്ടിവിറ്റി ഓർ പ്രൈസ് മാനിപ്പുലേഷൻ കഴിഞ്ഞതിന് ശേഷം യു ഗോട്ട് ആൻ എൻട്രി ഹിയർ ആൻഡ് യു ആർ പുട്ടിങ് യുവർ സ്റ്റോപ്പ് ലോസ് ഹിയർ ഓർ ഹിയർ. ഈ രണ്ട് സ്ഥലങ്ങളിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. സോ വേർ ഈസ് യുവർ ഫസ്റ്റ് പോയിന്റ് ഓഫ് ടാർഗറ്റ്? യുവർ ഫസ്റ്റ് പോയിന്റ് ഓഫ് ടാർഗറ്റ് ഈസ് ദിസ് വൺ. ഈ പുൾ ബാക്ക് ക്യാൻഡിൽ മിറ്റിഗേറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആണ് നമ്മളുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് ടാർഗറ്റ് എവിടെ വരും? സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ദിസ് ഈസ് ദ ഫൈനൽ പോയിന്റ് ഓഫ് പുൾ ബാക്ക്. സോ യുവർ ഫൈനൽ പോയിന്റ് ഓഫ് ടാർഗറ്റ് എന്ന് പറയുന്നത് എവിടെ വരും? സെക്കൻഡ് വൺ എവിടെ വരും? ഇത് സെക്കൻഡ് ട്രേഡ് ആയിട്ട് കൂട്ടണ്ട, ഞാൻ പറഞ്ഞത് സെക്കൻഡ് ട്രേഡിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് എവിടെ വരും? ഇവിടെ വരും. ഇതിൻ്റെ ഈ ക്യാൻഡിൽ ഇവിടെ നിന്ന് ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ. സോ ഇവിടെ ഇതുണ്ട്, ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് ബിലോ ദാറ്റ്. നമ്മൾ പോലീസുകാരാണോ എന്ന് ഞാൻ ഇടയ്ക്ക് പറയാറില്ലേ. സോ നമ്മൾ ഇത് ടാപ്പ് ചെയ്യുന്നതിന് മുമ്പിൽ ഓർ ഇതിൻ്റെ ഇവിടെ വരെയാണ് നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇവിടെ വരെ. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇവിടെ വരെ എത്തുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട് വിച്ച് ഹാസ് ടു ബി ഫിൽഡ് ആൻഡ് ഓൺ ദ സബ്സിക്വന്റ് മൂവ്മെന്റ് ദിസ് വാസ് ഫിൽഡ് അപ്പ് അല്ലേ. അതിനുശേഷം ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു പുൾ ബാക്ക് ഉണ്ടായിരുന്നു. ആ പുൾ ബാക്ക് സബ്സിക്വന്റ് മൂവ്മെന്റിൽ മിറ്റിഗേറ്റ് ചെയ്തു. സോ നെക്സ്റ്റ് പുൾ ബാക്ക് സെനേരിയോ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈവൻ ദിസ് വാസ് യുവർ സെക്കൻഡ് ലെവൽ. സോ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മളുടെ ഇവിടെ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫിൽ ഔട്ട് ചെയ്യാൻ വരുമ്പോഴത്തേനും ഓൺ എ സേഫർ സൈഡ് യു വിൽ എക്സിറ്റ് ദ ട്രേഡ്. ദിസ് ഈസ് എ പ്ലാൻ. സോ വാട്ട് ഹാപ്പൻഡ്? ഇവിടെ വന്ന് നോക്കിയേ, നമ്മളുടെ ഫസ്റ്റ് ടാർഗറ്റ് ഈസ് ദിസ്, കറക്റ്റ്ലി എക്സിക്യൂട്ടഡ് ഓർ നോട്ട്. സെക്കൻഡ് ടാർഗറ്റ് ഓൾസോ നമ്മൾ എവിടെ വെച്ചാണ് പ്രൈസ് ആക്ഷൻ വരുമ്പോൾ ദാറ്റ് ഈസ് ഓൾസോ എക്സാക്ട്ലി മീറ്റ് അപ്പ് ആൻഡ് ടേക്കൺ അവേ. സോ ഫൈൻഡിങ് ടാർഗറ്റ് ഓൺ ദ ലിക്വിഡിറ്റി ട്രേഡ് സെറ്റപ്പ് ഓർ LTT ബേസിസ്. ഓക്കെ, ദിസ് ഈസ് പെർഫെക്റ്റ്ലി എക്സിക്യൂട്ടഡ്. ഇതാണ് നമ്മൾ ടാർഗറ്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പം ദർ ഇസ് എ റെഡ് ക്യാൻഡിൽ കമ്മിങ് ഹിയർ. സോ വൈ ഡു യു വാണ്ട് ടു എക്സിറ്റ് ഫ്രം ദ ട്രേഡ്? ദിസ് ഈസ് മൈ ക്വസ്റ്റ്യൻ. എന്തിന് നമ്മൾ ഈ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആണ്? ഇവിടെ ഒരു ഇത് വന്നു, യുവർ ടാർഗറ്റ് യു ആർ സെറ്റിംഗ് ഹിയർ ബിക്കോസ് നമ്മൾ ആ പ്രീവിയസ്ലി വന്നിരിക്കുന്ന സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ സെറ്റപ്പ് പ്രകാരമാണ് നമ്മൾ അവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. സോ അവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് കഴിഞ്ഞ് നമ്മുടെ ടാർഗറ്റ് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ യു വെയിറ്റ് ഫോർ ദ ടാർഗറ്റ് ടു അക്കംപ്ലിഷ് അല്ലേ. മാർക്കറ്റ് ലെറ്റ് ഇറ്റ് ഗോ. ഇവിടെ ചോപ്പി പ്രൈസ് ആക്ഷൻ എഗെയിൻ കമ്മിങ് ഡൗൺ. സോ യു വിൽ ബി ടെംപ്റ്റഡ് ടു എക്സിറ്റ് ദ ട്രേഡ്, ബട്ട് എക്സിറ്റ് ചെയ്യാൻ പാടില്ല. എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ഡോണ്ട് ഹാവ് എ ഡിസിപ്ലിൻ. സോ നമ്മൾ നോക്കുന്നത് എൻട്രി ഓൺ ദ കറക്റ്റ് പ്ലേസ് ആൻഡ് എക്സിറ്റ് ഓൺ ദ ടാർഗറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ടാർഗറ്റ് കണ്ടവാനും കൊണ്ട് വെക്കില്ല. ഈവൻ ദെൻ യു ക്യാൻ റിഫൈൻ യുവർ ടാർഗറ്റ് വിത്ത്
ഒരു 1:2 ഇത് വെച്ചാണെങ്കിൽ പോലും 1:3 or 1:4 or 1:5 നമുക്ക് ഈ ഇവിടെ വരെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു പുൾ ബാക്ക് സെനേരിയയിൽ ഇവിടുത്തെ പുൾ ബാക്കിൻ്റെ ഏരിയയിലോട്ട് നമുക്ക് ടാർഗറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ വൺസ് നമ്മളുടെ ഒരു റീച്ച് വിട്ട് പ്രൈസ് മുകളിലേക്ക് പോയി കഴിയുമ്പോഴത്തേനും ഇൻക്രീസ് യുവർ സ്റ്റോപ്പ് ലോസ്. സ്ലോലി നമ്മൾ പതുക്കെ മാർക്കറ്റിൻ്റെ പുറകെ പോകും ഇവിടെ, മനസ്സിലായി? സോ നൗ വൺസ് യുവർ റിസ്ക് റിവാർഡ് ഓർ ദ റിസ്ക് ലെവൽ ഈസ് 0, യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് എനിത്തിങ്. ലെറ്റ് ദ മാർക്കറ്റ് ഗോ എനിവെയർ. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും യു ആർ പ്ലേയിങ് വിത്ത് 0 മണി അല്ലേ? അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാ പേടിക്കാനുള്ള കാര്യം എന്തായിരിക്കുന്നത്? സോ വെയിറ്റ് ഫോർ ദ ടാർഗറ്റ് ആൻഡ് മാർക്കറ്റ് വിൽ ഗീവ് യു ദ ടാർഗറ്റ്. ഓക്കെ, ദിസ് ഈസ് നമ്പർ 1. സോ എന്താണ് ഇനി നമ്മൾ നോക്കുന്നത്? ഫൈൻഡിങ് ടാർഗറ്റ് ഓൺ LTT ട്രേഡ് സെറ്റപ്പ്. LTTയിലേക്കകത്ത് ഞാൻ പറഞ്ഞു ഫെയർ വാല്യൂ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ നോക്കാം. സോ പുൾ ബാക്ക് ക്യാൻഡിൽ വിത്ത് ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഇതാണ് നമ്മൾ നോക്കുന്നത്. പുൾ ബാക്ക് ക്യാൻഡിൽ വിത്ത് ഫെയർ വാല്യൂ ഗ്യാപ്പ്. നൗ ലെറ്റ്സ് ഗോ ടു ദ വൺ ഇമ്പോർട്ടൻറ്റ് ട്രേഡ്. ഞാൻ ഈ ഒരു റീസെൻ്റ് ആയിട്ട് എടുത്ത ഒരു ട്രേഡ് ആയിരുന്നു ഇത്. സോ ഈ ഒരു ട്രേഡ് നാസാക്കിലെ ട്രേഡ്, മെനി ഓഫ് യു വെയർ വാച്ചിങ് ഇറ്റ് ലൈവ്. ഇതിൻ്റെ ചാർട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ഇറ്റ് വാസ് എ ബിഗ് ട്രേഡ്. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തെന്ന് നോക്കിയോ. സോ ഇതായിരുന്നു എൻ്റെ ടാർഗറ്റിൻ്റെ എൻട്രി എന്ന് പറയുന്നത്. സോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാനിവിടെ എൻട്രിക്ക് കയറി. ഇവിടെ വെച്ചാണ് എൻട്രി എടുത്തത്. ഈ ഒരു ലെവലിൽ വെച്ചിട്ടാണ് എൻട്രി എടുത്തത്. അതിനുശേഷം പ്രൈസ് ഒന്ന് ഡിപ്പ് ചെയ്തു. ഇമ്മീഡിയറ്റ്ലി പ്രൈസ് ഷൂട്ട് അപ്പ് ആൻഡ് നമ്മുടെ ടാർഗറ്റിലേക്ക് അടുക്കുന്നതിന് മുന്നേ തന്നെ പ്രൈസ് പിന്നെ താഴ്ത്തി. അപ്പം ഈ ഒരു പ്രൈസ് ആക്ഷൻ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി പ്രൈസ് മാനിപ്പുലേഷൻ ഈസ് ഹെവിലി ഹാപ്പനിങ് ഇയർ എന്നുള്ള കാര്യം എനിക്ക് പിടികിട്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇമ്മീഡിയറ്റ്ലി ഞാൻ എൻ്റെ പ്ലാനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഇൻ കേസ് ഇവിടെ നിന്ന് താഴെ പോവുകയാണെങ്കിൽ പോട്ടെ, ഒരു 50 പോയിന്റ് പോട്ടെ എന്നുള്ള രീതിയിൽ സ്റ്റോപ്പ് ലോസ് ചെയ്യാൻ അവിടെ മനസ്സിൽ സെറ്റ് ചെയ്തു. പക്ഷേ പ്രൈസ് ഇവിടെ താഴെ വന്ന് പ്രൈസ് നമ്മുടെ ഏരിയയിൽ വന്ന് കണ്ടിന്യൂസ് ടാപ്പ് ചെയ്യുന്നു. അതിനുശേഷം പ്രൈസ് 2-3 പ്രാവശ്യം മുകളിലേക്ക് കയറി പോകുന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ കോൺഫിഡൻ്റ് ആയി. നൗ ഐ വിൽ വെയിറ്റ് ഫോർ മൈ ടാർഗറ്റ്. ദിസ് വാസ് മൈ ഇനീഷ്യൽ ടാർഗറ്റ് ഞാൻ ഇവിടെ വെച്ചത്. സോ ഇനീഷ്യൽ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ ഈ ടാർഗറ്റ് ഇവിടെയായിരുന്നു, ഏകദേശം ഇവിടെ വരെയും വെക്കണമായിരുന്നു. ബിക്കോസ് ഇവിടെ ഒരു ലിക്വിഡിറ്റി പോയിന്റ്സ് ഉണ്ട്. മേ ബി ഇത് വന്ന് സ്വീപ്പ് ചെയ്തിട്ട് വീണ്ടും പ്രൈസ് താഴേക്ക് വരും. സോ ഇവിടെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഫസ്റ്റ് ടാർഗറ്റ് വെച്ചു. അതിനുശേഷം ഞാൻ നോക്കിയത് പ്രൈസ് ആക്ഷൻ എങ്ങനെയാണെന്ന് നോക്കുന്നു. വീണ്ടും വന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഒരു പ്രാവശ്യം 3 പ്രാവശ്യം നമ്മൾ ഓൺ എ ലോവർ ടൈം ഫ്രെയിം ഇത് 3 പ്രാവശ്യം ഇവിടെ ഭയങ്കര ട്രിക്കി പ്രൈസ് ആക്ഷൻ ആയിരുന്നു. സോ ഇവിടുന്ന് പ്രൈസ് മേളിലേക്ക് പോയപ്പം ഞാനിവിടെ കോസ്റ്റ് പ്രൈസ് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി വരുവാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം അതിനുശേഷം ഇവിടെ ഫസ്റ്റ് ടാർഗറ്റ് ആ ഒരു സിംഗിൾ, അതിനുശേഷമുള്ള പ്രൈസ് മൂവ്മെൻറ്റിൽ ഇവിടെ വിത്ത് ഹെവി മൊമെൻറ്റം ബ്രേക്ക് ചെയ്തു കഴിഞ്ഞപ്പോൾ ഐ വാസ് കോൺഫിഡൻറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ടെറിബിൾ ട്രേഡ് എന്ന രീതിയിൽ വന്നു. സോ ഇമ്മീഡിയറ്റ്ലി ഐ വാസ് ലുക്കിംഗ് അറ്റ് ദ ടാർഗറ്റ്. എവിടെ വെക്കും ടാർഗറ്റ് എന്നാണ് ഞാൻ നോക്കിയത്. സോ ഇവിടെ ടാർഗറ്റ് വെക്കാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും സോ എന്നെ സംബന്ധിച്ച് കണ്ട ഏരിയ എന്ന് പറയുന്നത് ദിസ് വാസ് എ ടൈപ്പ് ഓഫ് 3 candle പുൾ ബാക്ക്. നമ്പർ 1, സോറി ഇവിടെ this was a type of 3 candle pullback, but it was not a 3 candle pullback. ഇവിടെ പ്രൈസ് ജസ്റ്റ് ഒരു മൈനർ ടാപ്പ്. ഈവൻ ദ പ്രൈസിൻ്റെ സ്ട്രക്ചർ വെച്ച് എത്ര പോയിന്റ്, ഒരു 18 പോയിന്റോളം ഉണ്ടായിരുന്നു. സോ ഐ കൺസിഡർ ദിസ് ആസ് എ ടൈപ്പ് ഓഫ് പുൾ ബാക്ക്. ആൻഡ് സബ്സിക്വൻറ്റ് മൂവ്മെൻറ്റിൽ ഒരു പുൾ ബാക്കും ഇവിടെ ഒരു പുൾ ബാക്കും കൂടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. സോ ഇവിടുത്തെ പുൾ ബാക്ക് എന്ന് പറയുന്നത്, സോ ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേന് ഇതൊരു പുൾ ബാക്ക് സെനാരിയോ ആയിരുന്നു. സെക്കൻഡ് വൺ ദിസ് വാസ് എ പുൾ ബാക്ക്. തേർഡ് വൺ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മുടെ ലിക്വിഡിറ്റി ടു ടേക്ക് ആൻഡ് ലിക്വിഡിറ്റി ടു ടാർഗറ്റ് എന്ന് പറയുമ്പോൾ, സോ ദിസ് വാസ് എ സബ്സീക്വൻറ്റ് മൂവ്മെൻറ്റ് അല്ലേ. ദിസ് വാസ് എ കംപ്ലീറ്റ് മൂവ്മെൻറ്റ് ആൻഡ് ദിസ് മൂവ്മെൻറ്റ് വാസ് കംപ്ലീറ്റ്ലി മിറ്റിഗേറ്റഡ്. സോ ആസ് പെർ അവർ അണ്ടർസ്റ്റാൻഡിങ് in between 50% of this area will be taken out by the market on a subsequent movement തിരിച്ച് കയറി പോകുമ്പോൾ. സോ ദിസ് ഈസ് എ ഏരിയ വെയർ ഇറ്റ് വിൽ ബി ടേക്കൺ ഔട്ട്. സോ ദ പ്രൈസ് ആക്ഷൻ യു സി അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നീടും ചോപ്പിയായി. സോ ഇവിടെ ചോപ്പി പ്രൈസ് ആക്ഷൻ നടക്കുമ്പോൾ ഐ വാസ് അഗെയിൻ ഷുവർ ദാറ്റ് ഇറ്റ് വിൽ ബ്രേക്ക് ആൻഡ് ക്രോസ് ഔട്ട് ദിസ് ഏരിയ. സോ എഗെയിൻ ഞാൻ പ്രൈസിന് വേണ്ടിയിട്ട് പ്രൈസ് ആക്ഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. സോ വാട്ട് വാസ് മൈ അണ്ടർസ്റ്റാൻഡിങ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്തായിരുന്നു, നമ്മളിവിടെ സോ ഞാൻ ഇവിടുന്ന് വരയ്ക്കുമല്ല, ഇവിടെ വരുമ്പോഴത്തേനും സോ ഇവിടെ വന്ന് പ്രൈസ് ടാപ്പ് ചെയ്തപ്പം ഐ വാസ് കീപ്പിംഗ് മൈ സ്റ്റോപ്പ് ലോസ് ഹിയർ. ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചു. സെക്കൻഡ് ട്രേഡ് അല്ല, ഈ ഫസ്റ്റ് ട്രേഡിൽ തന്നെ നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ നെക്സ്റ്റ് വന്നു കഴിയുമ്പോഴത്തേനും ഈ ഒരു 50% ഏരിയ അവിടെ പ്രൈസ് ആക്ഷൻ കണ്ടിന്യൂസ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഐ വാസ് ഷുവർ ദാറ്റ് ഇറ്റ് വിൽ അഗെയിൻ ഗോ അപ്പ്. സോ നെക്സ്റ്റ് നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഏതായിരുന്നു, ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും നമ്മളുടെ ടാർഗറ്റ് ഏരിയ എന്ന് പറയുന്നത്, സോ ദിസ് ഈസ് അഗെയിൻ ഒരു കൺസിസ്റ്റന്റ് പ്രീവിയസ് ഡേയുടെ ക്ലോസിങ് നടത്തിയേക്കുന്ന ഏരിയ ആണ് ഇവിടെ. സോ ഈ ഒരു ഏരിയ നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ ഒരു മൈനർ ഏരിയയും നമുക്കിവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു മൈനർ ഏരിയയും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മൈനർ ഏരിയയിൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും ഉണ്ടായിരുന്നു. സോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ ഒരു മൂവ്മെൻറ്റിലാണെങ്കിൽ പോലും ഇതിൻ്റെ 50%, സോ ദിസ് വാസ് എ ലാസ്റ്റ് ഒരു ബൈയിങ് ക്യാൻഡിൽ എന്ന് പറയാമല്ലോ. ഇവിടെ വന്ന് താഴേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇതായിരുന്നു ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ. സോ ഇതും ഒരു ഏരിയ ആണ് നമ്മളെ സംബന്ധിച്ച്. സോ മൾട്ടിപ്പിൾ കോൺഫ്ലുവൻസ് ഇവിടെ ഈ പ്രൈസിൻ്റെ ആക്ഷൻ ഇതിന് മോളിൽ വന്ന് പ്രൈസ് ടാപ്പ് ചെയ്യുമ്പോഴത്തേനും ഇവിടെയും പ്രശ്നമുണ്ട്. ഇവിടെ നമ്മൾ നോക്കുമ്പം എന്താണ് കാണുന്നത്, ഇവിടെ കുറേ അധികം ലിക്വിഡിറ്റി പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഇമ്മീഡിയറ്റ്ലി ദിസ് ഏരിയ വിൽ ബി ടേക്കൺ ഔട്ട്.
അല്ലേ? അപ്പോൾ പ്രൈസ് ആക്ഷൻ വരുന്നത് സബ്സിക്വന്റ് മൂവ്മെന്റിൽ ഇത് വന്ന് ടാപ്പ് ചെയ്ത് ഇവിടെ പിന്നെയും താഴോട്ട് വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. സോ ഇവിടെ എത്ര കോൺഫ്ലുവൻസിങ് LTT സെറ്റപ്പ് ആണ് ഇവിടെ ഫോം ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് നമ്മുടെ ചാർട്ടിൽ കാണുമ്പോഴത്തേനും യു നോ ദാറ്റ് മാർക്കറ്റ് ഈസ് ഓൺ എ റൈസിംഗ് ട്രെൻഡ്. സോ ഇവിടെ റൈസിംഗ് ട്രെൻഡിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സോ വാട്ട് വാസ് മൈ ടാർഗറ്റ് അഗെയിൻ ഓൺ ദ അപ്പർ സൈഡ് increasing the target up to here. So it was a bigger trade. ഒരു നിങ്ങൾ ലൈവിൽ ഒത്തിരി പേര് കണ്ടോണ്ടിരിക്കുകയാണ്. സോ മാർക്കറ്റ് ഫൈനലി അൾട്ടിമേറ്റ്ലി എവിടെ ക്ലോസ് ചെയ്തു? അന്നത്തെ ദിവസം അപ്പർ സൈഡിൽ ക്ലോസ് ചെയ്തു. സോ ഇവിടെ വന്ന് ആ ഫുൾ മൂവ്മെന്റ് കംപ്ലീറ്റ്ലി ക്യാപ്ചേർഡ്. ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല, ലൈവ് ട്രേഡ് നമ്മളുടെ ഇതിൽ ഞാൻ നിങ്ങൾ കണ്ടോണ്ടിരുന്നതാണ്. കണ്ടവരെല്ലാവരും ഇതിന് കമന്റ് ഇടുക, ബിക്കോസ് അതർവൈസ് നമ്മൾ ഇത് ചുമ്മാ ഇരുന്ന് പറയുന്നതെന്ന് ഓർക്കും. സോ ദിസ് വാസ് ദ ട്രേഡ് സെറ്റപ്പ്. ട്രേഡ് ലോജിക് നമ്മളുടെ ടാർഗറ്റ് കണ്ടുപിടിക്കുന്നതിൻ്റെ ലോജിക് ആയിരുന്നു അത് എന്നുള്ളതാണ് ഈ എക്സ്പ്ലെയിൻ ചെയ്തതിൻ്റെ കാര്യം. അപ്പോൾ ഇപ്പോൾ നമ്മൾ എൻട്രി സെനാരിയോ റിഫൈൻമെൻറ്റിനെ പറ്റി നമ്മൾ ഓൾറെഡി സംസാരിച്ചു ഈ 10ഓളം വീഡിയോകളിൽ. മോസ്റ്റ്ലി നമ്മൾ എൻട്രിയുടെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ സ്റ്റോപ്പ് ലോസ് മാനേജ്മെന്റിനെ പറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് മാനേജ്മെന്റ് നമ്മൾ എവിടെയാണ് വെക്കുന്നത്? നമ്മളാണ് ട്രിക്കി ലെവൽ ചെറിയ സ്റ്റോപ്പ് ലോസിൽ യു ഗെറ്റ് ഇൻ ടു ദ എൻട്രി ഇഫ് യു ക്യാൻ ഹോൾഡ് ഇറ്റ് ഹിയർ ഫോർ സം ടൈം. ഇവിടുത്തെ പ്രൈസ് ആക്ടിവിറ്റി കാണുമ്പോൾ ഇഫ് യു കനോട്ട് ഹോൾഡ് ലീവ് ദ ട്രേഡ്, അത്രേ ഉള്ളൂ. അല്ല നമ്മൾ വലിയ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ള ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഓർ യു ക്യാൻ അറ്റ്ലീസ്റ്റ് നമുക്ക് ഇങ്ങനെ ഇവിടെ വരുമ്പം നിഫ്റ്റിക്കകത്താണ് ഒരു 10 പോയിന്റ് മാക്സിമം, അത്രയും ക്ലിയർ ആയിട്ടുള്ള എൻട്രി റിഫൈൻമെന്റിൽ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പഠിക്കണം. സോ ബൈ ദ എക്സ്പീരിയൻസ് യു ക്യാൻ ഗെറ്റ് ദിസ് വൺ. അല്ലാതെ എക്സ്പീരിയൻസ് ഇല്ലാതെ നമ്മളിത് പ്ലാൻ ചെയ്ത് ട്രേഡ് ചെയ്ത് സൂക്ഷ്മതയോടുകൂടി നോക്കിയിരുന്ന് കണ്ടുപിടിച്ച് മാർക്കറ്റിന്റെ ആക്ടിവിറ്റി പ്രൈസ് ആക്ഷൻ കണ്ടോണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേനും യു വിൽ ഗെറ്റ് ദ എക്സാക്ട് പോയിന്റ് വേറെ എവിടെ കൊണ്ട് ഇത് എൻട്രി ചെയ്യണമെന്നുള്ളത് നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ പ്ലേ വിത്ത് വെരി മിനിമൽ സ്റ്റോപ്പ് ലോസ്. ഡോണ്ട് പുട്ട് യുവർ സ്റ്റോപ്പ് ലോസ് ഇൻ ദ സിസ്റ്റം 2-3 minutes or 5 minutes or 10 minutes. യു വെയിറ്റ് ഹിയർ. അപ്പോഴത്തെ പ്രൈസ് ആക്ഷൻ കാണുമ്പോൾ ഇമ്മീഡിയറ്റ്ലി യു വിൽ എക്സിറ്റ് ഫ്രം ദ ട്രേഡ് ഓർ യു വിൽ ഹോൾഡ് ദ ട്രേഡ്. വൺസ് യു ആർ സ്റ്റാർട്ട് ഹോൾഡിംഗ് ദ ട്രേഡ് വാട്ട് യു വിൽ ഡു, യു വിൽ ഇംപ്രൂവ് യുവർ ഇവിടുത്തെ ട്രേഡിൻ്റെ നമ്മളുടെ ആ ഒരു ഏരിയ നമ്മൾ കയറ്റി ഇച്ചിരി മുകളിലേക്ക് വെക്കും. കോസ്റ്റ് ടു കോസ്റ്റ് ഓർ എ സ്മോൾ പ്രോഫിറ്റ്. കീപ് യുവർ സ്റ്റോപ്പ് ലോസ്, ട്രെയിൽ ഇറ്റ് ടിൽ എൻഡ് ഓഫ് ദ ഡേ. മനസ്സിലായോ? അതാണ് നമ്മളുടെ വിജയം എന്ന് പറയുന്നത്. സോ അങ്ങനെ വേണം ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കുമെന്ന് ചോദിച്ചുകൊണ്ട് കമന്റ് എഴുതിയിട്ട് നമ്മൾ ഓരോരുത്തരും വന്നിട്ട് റോങ് ആയിട്ടുള്ള കമന്റ് എഴുതി വെക്കുന്നു. സോ വാട്ട് ഈസ് യുവർ അൾട്ടിമേറ്റ്ലി വാട്ട് ഈസ് യുവർ സ്റ്റോപ്പ് ലോസ്? വാട്ട് ഐ എം ടീച്ചിങ് യു, യു കനോട്ട് വേസ്റ്റ് യുവർ മണി ഓർ യു കനോട്ട് ത്രോ യുവർ മണി. ഐ എം ടെലിങ് യു, on a single trade setup you will lose 5 points or 3 points or 2 points, whichever is lower. Maximum throw points അല്ലെങ്കിൽ maximum 10 points. I am always playing with 10 points. So maximum അതായിരിക്കണം നമ്മുടെ 10 points. So if your entry refinement is not up to the standard, you will have to place a big stop loss because you don't know where to place your stop loss. So if your study is well and good and you understand that the structure of the market and where is your target and where is your target and where is your ഫെയർ വാല്യൂ ഗ്യാപ്പ് ഓർ പുൾ ബാക്ക് സെനാരിയോയിൽ എവിടെ നമ്മൾ ടാർഗറ്റ് വെക്കും എന്നിപ്പോൾ കണ്ടുപിടിച്ച് ഞാൻ പറഞ്ഞില്ലേ, പുൾ ബാക്ക് ക്യാൻഡിൽസിൻ്റെ മുകളിലല്ല വെക്കേണ്ടത്, ജസ്റ്റ് താഴെ. കാരണം ഫസ്റ്റ് സ്വീപ്പിൽ തന്നെ നമ്മുടെ ട്രേഡ് എക്സിക്യൂട്ട് ആയി. യു ഹാവ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ മാർക്കറ്റ് ഇമീഡിയറ്റ്ലി. ദിസ് ഈസ് ദ ടെക്നിക് ഓഫ് ഫൈൻഡിങ് ടാർഗറ്റ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. പിന്നെ ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ടാർഗറ്റിനകത്ത് നമ്മൾ വെക്കുന്നതിനകത്ത് കാര്യം. സോ നമ്മൾ വി ഹാവ് ഓൾറെഡി റീച്ച്ഡ് വിത്ത് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് തിങ്കിങ്, അഡ്വാൻസ്ഡ് സ്ട്രക്ചറിൽ നമ്മൾ ഓൾറെഡി കയറി കഴിഞ്ഞു. ഇനി ഓൺലി തിങ് ഈസ് ദാറ്റ് നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ലൈവ് മാർക്കറ്റിൽ ഓൺ സബ്ജക്റ്റീവ് ഡയറക്ഷണൽ ബയാസ് നമ്മൾ പതുക്കെ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇത് തീർന്നിട്ടില്ല. ഇനി മേ ബി 1-2 വീഡിയോകൾ കൂടെ മുന്നോട്ട് പോകുന്നതോറും നമ്മൾ വി വിൽ റിഫൈൻ അവർ എൻട്രി. കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട്, അതുവരെ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. നമ്മൾ എന്നിട്ട് നമ്മൾ പുതിയ വീഡിയോയിലേക്ക് നമ്മൾ ട്രേഡിങ്ങിൻ്റെ സെറ്റപ്പിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ടാർഗറ്റ് ഫൈൻഡിങ്ങിനെ പറ്റിയാണ് പറഞ്ഞത്. സോ ടാർഗറ്റ് ഫൈൻഡിങ് ഈസ് അറ്റ് ദ എൻഡ് ഓഫ് ദ സെഷൻ അല്ലേ. ഞാൻ ഈ ടാർഗറ്റ് ഫൈൻഡിങ് ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ യു ഡോണ്ട് നോ ഹൗ ടു മേക്ക് ദ എൻട്രി. ഫസ്റ്റ് നമ്മളെ സംബന്ധിച്ച് എൻട്രി സെനാരിയോ ആണ് ഇമ്പോർട്ടൻറ്റ്. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഈസ് ഹെൽപ്ഫുൾ. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഒത്തിരിയധികം നല്ല കമൻറ്റുകൾ പിന്നെയും വന്നിരിക്കുന്നു. 250 കമൻറ്റോളം ഓൾറെഡി എല്ലാവരും എഴുതി കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. പിന്നെ നല്ല നല്ല കമൻറ്റുകൾ എഴുതുക. ഹെൽപ്ഫുൾ ആയെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും നന്മകൾ വരട്ടെ. താങ്ക് യു വെരി മച്ച് ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.